ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് സോറി ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരിക്കും നോക്കാം. ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം നമുക്ക്. ഓക്കെ, അമാവാസിയും മറ്റേ 88 പോലല്ല, സോറി അമാവാസിയല്ല, എന്താ പൗർണമി, ഫുൾ മൂണ്, 88 പോർട്ടൽ ഒക്കെ കടന്നു പോയില്ലേ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടാവും ആൻഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ. സോറി, അല്ലാതെ ഒരു ഇതില്ല. ഓക്കെ, ജസ്റ്റിസ് നല്ല കാർഡ്. ഓക്കെ, 2 ഫോൺസ് ആൻഡ് പേജ് ഓഫ് കപ്സ്. 2 of cups. ഒരു പാർട്ട്ണർഷിപ്പിന്റെ കാര്യം ഇവിടെ എടുത്തു കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ഏത് രീതിക്കുള്ളതും ആവാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, നമുക്ക് ജനറലി നമ്മളെന്തെങ്കിലും ബിസിനസിന്റെ കാര്യത്തിലുള്ള പാർട്ട്ണർഷിപ്പ്, ജോലിയിൽ നമ്മൾ ഒന്നിച്ച് നമ്മുടെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും, അങ്ങനെ ലൈക്ക് അത്രയും നമ്മൾ പറയില്ലേ, എല്ലാം സപ്പോർട്ടൊക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി, സിസ്റ്റർ ബ്രദർ ആവാം, ഫാമിലി മെമ്പർ ആവാം. ഓക്കെ, നിങ്ങളെ നല്ലോണം മനസ്സിലാക്കുന്ന, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, സ്നേഹിക്കുന്ന, കെയർ ചെയ്യുന്ന ഒരു വ്യക്തി. ഓക്കെ, അത് ആരും ആവാം. ഓക്കെ, ഒരു ഫ്രണ്ട് ആവാം, എന്തുമാവാം. ഓക്കെ, സോ ഈ 2 of കപ്സിന്റെ ആക്ച്വലി പല മീനിങ് ആണ്. നമ്മൾ വെറും സോൾമേറ്റ് എന്ന് വിളിക്കാറുണ്ട്. സോൾമേറ്റ് ആക്ച്വലി ആരും ആവാം എന്നും പറയും. ഓക്കെ, എന്ന് വെച്ച് സോറി, റിലേഷൻഷിപ്പിലും അങ്ങനെ എടുക്കും, ബട്ട് ജനറലി കൂടി നമുക്ക് പറയാം എന്ന് പറയാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ജനറൽ റീഡിങ്ങിൽ നോക്കുമ്പോൾ യെസ്, ഇത് ആരും ആവാം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളെ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇവിടെ എനിക്ക് മെയിൻ കാണുന്നത്. ആക്ച്വലി ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്, 2 of wands ഉണ്ട്. ഇതും ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഒരു റിലേഷൻഷിപ്പ് കുറച്ച് പേര് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലേ എന്ന് ആലോചിക്കുന്നതായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കുന്ന പോലെയുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിന്റെ, ജോലിയുടെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ മേ ബി നിങ്ങൾ മുന്നോട്ട് ഇതിനെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാൻ, നിങ്ങൾക്ക് കരിയറിൽ പ്രൊമോഷൻ കിട്ടാൻ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഓക്കെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം. ഇവിടെ നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്, പേജ് ഓഫ് കപ്സ്. അത് അഗൈൻ ഇവിടെ 2 തരത്തിലും ഞാൻ എടുക്കുന്നുണ്ടെന്ന്. റിലേഷൻഷിപ്പും ആവാം, റിലേഷൻഷിപ്പിൽ ഒരു ഓഫർ ആയിരിക്കാം, ഒരു പേഴ്സന്റെ ഓഫർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു സോൾമേറ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ആക്ച്വലി നൈറ്റ് ഓഫ് സോൾസ് ആണ്. ഓക്കെ, ഇതിവിടെ നമ്മൾ പറയുന്നത് ഒരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്ന രീതിയിലാണ്. ആ സോൾമേറ്റ് അഗൈൻ ആരും ആവാം, ഈവൻ ഒരു ഫ്രണ്ട് ആവാം. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നെടുത്തോളൂ. അത് റിലേഷൻഷിപ്പിൽ നിങ്ങൾ മേ ബി ആരെങ്കിലും നിങ്ങളോട് പ്രപ്പോസലായിട്ട് വരാം, ഒരു ഇഷ്ടം പറഞ്ഞു വരാം. ഓക്കെ, ഒരു ബിഗിനിങ് ഓഫ് എ റിലേഷൻഷിപ്പ് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, അത് പക്ഷേ യെസ്, നല്ലൊരു കണക്ഷൻ ആണ് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ. കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ ജോലിയുടെ ഓഫർ, അല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിന്റെ ഓഫർ ആയിരിക്കാം. ഓക്കെ, നമുക്ക് ബിസിനസ് 2 പേരും കൂടി ചേർന്ന് എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ ആരെങ്കിലും വരുന്നതായിരിക്കാം. സോ യെസ്, അങ്ങനെ ഈവൻ ഓഫീസിലൊക്കെ ആണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ വരിക, പ്രോജക്റ്റ് പുതിയത് വരിക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് ആക്ച്വലി ഇതൊരു ന്യായമായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം ചെയ്യുകയാണ്. ഓക്കെ, ഇത് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ന്യായം എന്നൊന്നും പറയുന്നില്ല, ഒരു ബ്ലെസ്സിങ് ആണ്. ബിക്കോസ് നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഓക്കെ ഒരു നല്ല റിസൾട്ട് യൂണിവേഴ്സ് തരാണ്. ഇത്രയും കാലം നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കാണാം, അതൊന്ന്. അതല്ലാതെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്ക് ഓക്കെ എല്ലാത്തിനും യൂണിവേഴ്സ് റിസൾട്ടായിട്ട് നല്ലൊരു മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ന്യായം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങൾ റിലേഷൻഷിപ്പിൽ ന്യായം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ബന്ധം, എൻ്റെ നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും എൻ്റെ ലൈഫിൽ മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ നല്ല ഒന്നും വരാത്ത എന്നൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാം ചെയ്യും, പക്ഷേ എനിക്ക് എന്താ തിരിച്ചു കിട്ടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, അതിനൊക്കെ ന്യായമായിട്ട് യൂണിവേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് കൊണ്ടുവരുന്നതായിരിക്കാം. ഒരു ഗിഫ്റ്റ്, ആക്ച്വലി ഗിഫ്റ്റിൻ്റെ കാര്യം പറയാം, എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാം, എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഗിഫ്റ്റ് വരാം, അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓഫർ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, ഓക്കെ ഫ്രണ്ട്ഷിപ്പ് ആവാം. ഓക്കെ, ഒരു പുതിയ ഫ്രണ്ട് വരുന്നതായിരിക്കാം നിങ്ങളുടെ ലൈഫ് മേ ബി. അപ്പോൾ എന്താ, അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് അത് വരുന്നത്. ഓക്കെ, അതൊരു നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വ്യക്തി വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു ഓഫർ, ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതും ചിലപ്പോൾ ത്രൂ ഒരു ഫ്രണ്ട് ആവാം. ഓക്കെ, ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ ആരെങ്കിലും ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ ഉള്ള അവസരം വരുന്നതായിരിക്കാം. സോ അങ്ങനെയാണെങ്കിലും അതൊരു ന്യായമായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക്
ചെയ്യുന്നതാണ്. ഓക്കെ, കാരണം നിങ്ങൾ ഇത്രയും കാലം ചെയ്ത്, നമ്മൾ പറയില്ലേ, നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ലേശം. ഓക്കെ, ഇത് വേണോ, മുന്നോട്ട് വേണോ വേണ്ടേ എന്ന രീതിക്ക് ഒരു ചിന്ത ഉണ്ടാവാം. ബട്ട് അത് നല്ലതാണ്, യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത് തന്നെയാണ്. സോ സ്വീകരിക്കാം എന്ന രീതി കൂടി പറയാം. സ്റ്റാർ, യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങളുടെ ലൈഫ് ആക്ച്വലി 6 ഓഫ് പെന്റിക്കിൾസും ഉണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ് ഉണ്ട്, നല്ല കാർഡ്സ് ആണ് ഇവിടെ. ഓക്കെ, ബ്ലെസ്സിങ് ആണ്. യെസ്, യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് ആണ് നിങ്ങൾക്കിത്. ഹോപ്പാണ്, ഹീലിംഗ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇനി ഹീലാവും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് പേർക്ക് റെക്കഗ്നീഷൻ കിട്ടുന്ന പോലെയാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഒരു റിവാർഡായിട്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും വരാൻ പോകുന്നത്. സോ ജസ്റ്റിസ് നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങളോട് ന്യായം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ എന്തായാലും എല്ലാം നമുക്കൊരു ഹോപ്പ്, പ്രതീക്ഷ നിങ്ങൾക്ക് വെക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നല്ലൊരു കാര്യമാണ് വരുന്നത്. സോ ഇന്നത്തെ ദിവസം ഐ തിങ്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്, ഒരു ചെറിയൊരു ഹാപ്പിനെസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വരും, അങ്ങനെ എടുത്തോളൂ. എല്ലാവർക്കും എല്ലാം ഉണ്ടാവില്ലല്ലോ. ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ. നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. Your dreams need a practical plan. Okay, നിങ്ങളുടെ ആഗ്രഹത്തിന് ഓക്കെ അത് പറയാനുണ്ട്. ഓക്കെ, യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇമോഷൻസ് ആർ റണ്ണിങ് ഹൈ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ വളരെ ഇമോഷണൽ ആയ മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു എന്തെങ്കിലും ഒരു ഓഫർ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യും. ഒന്നാമത്തെ കാര്യം, ഇമോഷണൽ ആവുന്ന ഒരു രീതി കൂടി കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളെ വേദനിപ്പിച്ച ആരെങ്കിലും, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെ നിങ്ങളോടും അതേപോലെ ഒരു ഇഷ്ടം പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഒരു ഇമോഷൻസ്, ആക്ച്വലി ഇത് മേ ബി ഫുൾ മൂൺ എഫക്റ്റ് ആയിരിക്കാം. ഓക്കെ, എല്ലാവരും കുറച്ച് ഇമോഷണൽ ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും, അതും ആയിരിക്കാം. ഓക്കെ, ബട്ട് അതിനൊക്കെ ഇമോഷണൽ ആയ അതിനെ നിങ്ങൾക്ക് എന്താ പറയുക, എന്തോ പറയാൻ വന്നു. ഓക്കെ, നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം നിങ്ങളിപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ എന്താ പറയുക മാറ്റാൻ പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട. ഓക്കെ, ഒന്നും അങ്ങനെ നമ്മൾ കല്ലിൽ കുത്തിവെച്ച പോലെയൊന്നും അല്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, എന്ത് തന്നെ നമ്മൾ വിധിയിൽ എഴുതിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ചെറിയ പൊടിക്ക് നമുക്ക് കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും എന്ന് പറയും. ഓക്കെ, സോ ഇവിടെ അതാ പറയുന്നത്, നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങൾ ഇതാക്കണ്ട. ഓക്കെ, മാറ്റാൻ സാധിക്കും. സാഹചര്യം എന്തായാലും നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ആൻഡ് ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി. യെസ്, നിങ്ങൾ എപ്പോഴും ലൈഫിൽ പ്രാക്ടിക്കൽ ആവണം. വേണ്ട എന്നല്ല, ഞാൻ ഇന്ന് ആക്ച്വലി ഒരു പോയിന്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആക്ച്വലി പ്രാക്ടിക്കൽ മാത്രമായിട്ട് ചിന്തിക്കരുത്. ഓക്കെ, ലൈഫ്, ജോലി, ഫാമിലി, വീട്, അതിനെ ശരിയാക്കണം. ഓക്കെ, അതെല്ലാം ഓക്കെ, എല്ലാം ഒരു വശത്ത് വേണം, ശരിയാണ്. പക്ഷെ അതിൻ്റെ കൂടെ കുറച്ച് സ്പിരിച്വാലിറ്റി കൂടി ആഡ് ചെയ്യുക. ഓക്കെ, എന്താണ് ജീവിതം, എന്താണ് ഈ ലോകം, എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യവും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. സ്പിരിച്വാലിറ്റിയിലേക്ക് കുറച്ചുകൂടെ ഒന്ന് അല്പം, ഒരുപാട് വേണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് നിങ്ങൾ അങ്ങനെ ഫുള്ളി സ്പിരിച്വാലിറ്റിയിലേക്ക്, ഞാൻ ഇന്ന് പറഞ്ഞ സെയിം ഡയലോഗ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം അവിടെ. എല്ലാവരും അങ്ങനെ സ്പിരിച്വലായിട്ട് ഫുള്ള് നമ്മൾ എല്ലാം വിട്ട് സന്യാസം, അങ്ങനെയൊന്നും ആവില്ല. ഓക്കെ, അത് വളരെ ചുരുക്കം പേർക്ക് യോഗമുള്ളവർക്ക് അങ്ങനെ പോകുള്ളൂ. അല്ലാത്തവർക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ജീവിക്കാനുണ്ട്, നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്താണ് കർമ്മ, എന്താണ് ഈ വിധി എന്ന് പറയുന്നത്, എന്താണ് നമ്മുടെ മനുഷ്യജന്മം, എന്തിനാണ് എന്നൊക്കെ പലതും, നമ്മളൊരു മോക്ഷം കിട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും നമ്മൾ ഈ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഓക്കെ, എൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ശരിക്കും അത് നമ്മൾക്ക് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അവയർനെസ് അതാണ്, എന്നാൽ അതിനെയാണ് വിളിക്കുന്നത് നമ്മൾ. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് രണ്ടും ഒപ്പം നിങ്ങൾ എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ ഒരു കയ്യിൽ നമ്മൾ പറയില്ലേ, സ്പിരിച്വാലിറ്റി മുറുകെ പിടിക്കുക, ഒരു കയ്യിൽ പ്രാക്ടിക്കാലിറ്റി വേണം. പ്രാക്ടിക്കൽ ആവണം, വേണ്ട എന്നല്ല. പക്ഷെ അതിൻ്റെ ഒപ്പം സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ശക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു ബലമാണ് എന്ന് പറയാം. ഓക്കെ, സോ അത് വിട്ടുകളയണ്ട. അതിനെയും കൂടെ മുറുകെ പിടിക്കുക, പ്രാർത്ഥന കാര്യങ്ങൾ. ഓക്കെ, യുവർ ഡ്രീംസ് നീഡ് എ പ്രാക്ടിക്കൽ പ്ലാൻ. ഓക്കെ, ഇവിടെ ഞാനത് ആക്ച്വലി വിചാരിച്ചായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് പ്ലാൻ ചെയ്യൂ എന്നൊരു കാര്യം കൂടിയാണ് കാണുന്നത്. ഓക്കെ, അതിനെ എങ്ങനെ മുന്നോട്ട് എന്ത് ചെയ്യാം, എന്താ സ്റ്റെപ്സ് എടുക്കേണ്ടത്, എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുക നിങ്ങൾ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഡ്രീംസ് വിൽ കം ട്രൂ. പക്ഷെ അതിനെ കുറിച്ച് പ്ലാനിങ് വേണം. ഓക്കെ, ഫോക്കസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യണം. യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ്. ഞാൻ നേരത്തെ അതും പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ, നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതിനെല്ലാം റിസൾട്ടായിട്ടാണ് യൂണിവേഴ്സ് ചില ന്യായങ്ങൾ നിങ്ങളോട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അർഹിക്കുന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഒരിക്കലും അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ,
എന്തായാലും ബ്ലെസ്സിങ്സ് വരുന്നു എന്നാണ് കാണുന്നത്. മിത്രമതിയെന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.